ഞാനിന്ന് കോഴിക്കോട് കൂടെ യാത്ര ചെയ്തപ്പോ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അവിടെ വളരെ വലിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന സംഗതിയാണ് നടക്കുന്നത്. പടച്ചറപ്പിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ രാജ്യത്തെ അങ്ങനത്തെ പ്രശ്നം സംഭവിച്ചില്ല. ന്യായമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതത്തെ സ്വന്തം അന്വേഷണത്തിലൂടെ കണ്ടെത്തി സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾ അങ്ങനെ മതം മാറിയവർക്ക് അവരെ മതം പഠിപ്പിക്കാൻ വേണ്ടി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന കോഴിക്കോട് പട്ടണത്തിലെ മുഗദാറിലെ ഒരു സ്ഥാപനമുണ്ട്, തെർബിയത്തുൽ ഇസ്ലാം സഭ എന്ന പേരുള്ള ഒരു സ്ഥാപനം. ഈ തെർബിയത്തില് പഠിക്കാൻ വേണ്ടി വരുന്നവർ മറ്റു മതത്തിൽ നിന്ന് മാറിയിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ്. അവരിൽ നിന്ന് തെർബിയത്തിന്റെ അധികൃതർ ആദ്യമായി വാങ്ങുന്ന സത്യവാങ്മൂലം എന്താണ്? ഞങ്ങളെ ആരും നിർബന്ധിച്ച് മതം മാറ്റിയതല്ല, ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇസ്ലാമിനെ പൂലുകിയിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നവരെ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് തെർബിയത്ത്. ഈ തെർബിയത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഈ ലവ് ജിഹാദിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് VHP വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്ന് കാലത്ത് മാർച്ച് നടത്താൻ ശ്രമിച്ചത്. എന്താണ് അവരുടെ മാർച്ചിന് അതിന്റെ പോസ്റ്ററായി പുറത്തേക്ക് വന്നത്? നിർബന്ധിച്ച് മതം മാറ്റുന്ന കോഴിക്കോട്ടെ കേന്ദ്രത്തിലേക്ക് ഹിന്ദു സമുദായ അംഗങ്ങളുടെ മാർച്ച് എന്ന പേരിൽ മതത്തെ വ്രണപ്പെടുത്തിയിട്ട് ഒരു സമുദായത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ച് തീവ്രമായ വർഗീയപരമായ വികാരങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അവരെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് വികാരപരിതരാക്കിക്കൊണ്ട് മതവികാരം സൃഷ്ടിച്ചുകൊണ്ടാണ് തെർബിയത്തിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചത്. ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പോസ്റ്റർ പുറത്തിറങ്ങി. നിങ്ങൾ നോക്കൂ, തെർബിയത്തിലേക്കുള്ള VHP മാർച്ചിനെ പ്രതിരോധിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ പോസ്റ്റർ. ഇത് രണ്ടും കൂടെ കാണുമ്പോൾ രാജ്യസ്നേഹികളായ ആളുകളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ചിന്തിക്കുന്നവരുണ്ടല്ലോ. മലയാള മനോരമ 4000 പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിച്ച് മതം മാറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട ഒരൊറ്റ കാരണം കൊണ്ടാണ് VHP തെർബിയത്തുൽ ഇസ്ലാം സഭയിലേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ നമ്മുടെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഉത്തരവാദിത്തമുള്ള ഭരണകൂടം അവരെ തടഞ്ഞു, ജില്ലാ ഭരണകൂടം തടഞ്ഞു. അതുപോലെ പ്രതിരോധിക്കാൻ വേണ്ടി വന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരെയും തടഞ്ഞു. എന്നിട്ട് സംഘർഷങ്ങൾ ഒഴിവാക്കി. ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയത് ആരാണ്? ഈ വ്രണപ്പെടുത്തിയത് ജന്മഭൂമിയോ അതല്ലെങ്കിൽ സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട സംഘടനകളോ അല്ല, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് അല്ല. മറിച്ച് അവരൊക്കെ പലപ്പോഴും ഉന്നയിക്കുന്ന ആശയങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. അതേ സ്ഥാനത്ത് വ്രണപ്പെടുത്തിയത് മലയാള മനോരമയുടെ റിപ്പോർട്ടാണ് എന്ന് സത്യം ബോധ്യപ്പെടുന്ന ഏതൊരാൾക്കും സാധിക്കും. അപ്പൊ നമുക്ക് കൃത്യമായി ചോദിക്കാം, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ റിപ്പോർട്ട് കിട്ടിയത്? സത്യത്തിൽ അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടായിട്ടല്ല. അന്വേഷിച്ച് പൊറുക്കി അന്വേഷിച്ച് ഇവിടെ നിർബന്ധിച്ച് മതം മാറ്റി അങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരെ മതം മാറ്റി കൊണ്ടുവന്ന 4000 പെൺകുട്ടികൾ ഇന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആധികാരികമായി തെളിഞ്ഞിട്ടൊന്നുമല്ല, മറിച്ച് പത്രത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പൊട്ടിച്ച ഒരു ബോംബാണിത് എന്നതിലപ്പുറം, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ കുറിച്ചുള്ള കൃത്യമായ ഭയവും പേടിയും, സത്യമതം വളരുന്നു, അത് വലുതാകുന്നു, അതിന് കൂടുതൽ പ്രചാരം കിട്ടുന്നു എന്ന അസൂയപ്പെടലും മാത്രമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന കണക്കനുസരിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തും 4 ആൾ നിന്നാൽ അതിൽ ഒരാൾ മുസ്ലിമാണ്. അഥവാ ലോകത്തെ 4-ൽ ഒരാൾ മുസ്ലിം എന്ന അനുപാതത്തിലേക്ക് ഇസ്ലാം വളരുന്നു. ഒരു സ്ഥലത്തും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടല്ല, മറിച്ച് സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി ശാസ്ത്രജ്ഞന്മാരും പത്രപ്രവർത്തകന്മാരും ബുദ്ധിജീവികളും സാധാരണക്കാരും എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഭാഗം വിവിധ മതങ്ങളിൽ നിന്നും തീരെ മതമില്ലാത്തവരിൽ നിന്നും വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരും. അതിന് മുസ്ലിങ്ങൾ പ്രത്യേകമായ കൊണ്ടുപിടിച്ച ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, അത്തരക്കാരിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി
ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹം നടത്തുന്ന ആസൂത്രിതമായ പദ്ധതികളും പരിപാടികളും ഒന്നും മുസ്ലിങ്ങൾ നടത്തുന്നില്ല. നിങ്ങൾക്കറിയില്ലേ, കേരളത്തിൽ ആധികാരികമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ മുസ്ലിങ്ങളെ സംസ്കരിക്കാനല്ലാതെ അമുസ്ലിങ്ങളിലേക്ക് ഇസ്ലാമിനെ അറിയാനും പ്രചരിപ്പിക്കാനുള്ള ശ്രമം പോലും അവർ നടത്തുന്നില്ല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടത്താവുന്നതാണ്. അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താവുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ കൊടുക്കാവുന്നതാണ്. പക്ഷെ അതുപോലും ഇവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല. എന്നിട്ടോ അവർ ചെയ്യുന്നത് മുസ്ലിങ്ങളെ മതപരമായി സംസ്കരിക്കാനുള്ള ഏർപ്പാട് മാത്രമാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ 4000-ലധികം വരുന്ന പെൺകുട്ടികളെ ഈ അർത്ഥത്തിൽ നിർബന്ധിച്ച് മതം മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന പ്രചാരണത്തിന്റെ പിന്നിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകതലത്തിൽ 4-ൽ ഒരാൾ മുസ്ലിം എന്ന അനുവാദത്തിലേക്ക് ഇസ്ലാം വളർന്നിട്ടുണ്ട്. ഈ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും അവസാനത്തെ ആയുധമാണ്, അത് പുറത്തേക്കെടുത്ത അവസാനത്തെ ബോംബാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന ബോംബ്. അത് പൊട്ടിച്ച് ഇവിടെയുള്ള സാമുദായിക അന്തരീക്ഷം തകർക്കുക എന്നതിലപ്പുറം എന്ത് നീതിയാണ്, എന്ത് ന്യായമാണ്, എന്ത് സത്യമാണ് ഇത്തരം റിപ്പോർട്ട് ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്നുള്ളത്? അപ്പൊ അതുകൊണ്ട് ഇത് നമുക്കിവിടെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഇത് ലോകത്ത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഗതിയല്ല. നമുക്കറിയാം, കേരളീയ സമൂഹത്തിൽ മാധ്യമവും സമൂഹവും വളരെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. വിഷയം തെന്നിമാറുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക നിലപാടുകൾ കേരളത്തിലെ ചെറുപ്പക്കാരിലും പൊതുജനങ്ങളിലും ഈ പൊതുബോധം സൃഷ്ടിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളല്ല. ഒരുപക്ഷെ ഇടതുപക്ഷ പാർട്ടികളും വലതുപക്ഷ പാർട്ടികളും ആ പാർട്ടികളിലുള്ള അംഗങ്ങൾക്ക്, പരിമിതമായ അംഗങ്ങൾക്ക് പാർട്ടി നിലപാടുകളിൽ നിന്ന് ഒരുപക്ഷെ പൊതുബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് വരും. മറിച്ച് വിവിധ പാർട്ടികളിൽ ഒട്ടിനിൽക്കുന്ന ആളുകളെ ഒഴിച്ചാൽ അവരെക്കാളും ഭൂരിപക്ഷം വരുന്ന വലിയ ഒരു സമൂഹം അവരുടെ പൊതുബോധം സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ്. അതിൽ മലയാള മനോരമയ്ക്ക് പങ്കുണ്ട്, മാതൃഭൂമിക്ക് പങ്കുണ്ട്, വിവിധ ചാനലുകൾക്ക് പങ്കുണ്ട്. ഒരുപക്ഷെ ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാനും ഭരണ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വരെ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. കാരണം ആ ഒരർത്ഥത്തിൽ ഒരു മാധ്യമാതിപ്രസര സമൂഹമായി കേരളീയ സമൂഹം മാറിക്കഴിഞ്ഞു. മലയാള പത്രങ്ങൾ രാവിലെ അച്ചടിച്ച് വീട്ടിലേക്കെത്തിയാൽ ഈ പത്രം വായിക്കുകയും നമ്മുടെ ചാനലുകളിൽ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ നടക്കുന്ന വാചക കസർത്തുകളും ചർച്ചകളും ഉണ്ടല്ലോ, ആ ചർച്ചകളും മലയാള പത്രങ്ങളുടെ റിപ്പോർട്ടിങ്ങുകളും മാത്രമാണ് കേരളം. ഇവിടെ നടക്കുന്ന ഭരണം ഇതാണ്, ഇവിടെ നടക്കുന്ന പ്രതിപക്ഷം ഇതാണ്. ഇത് കേരളീയ സമൂഹത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും പത്രം നോക്കിയാണെന്ന് വിലയിരുത്തുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ നല്ലതുണ്ട്, നന്മയുണ്ട്, കേടുണ്ട് എന്ന് പറഞ്ഞാൽ മാധ്യമാതിപ്രസര സമൂഹം എന്നത് തീർച്ചയായും നമുക്ക് അനിവാര്യമായി ഒരു മാധ്യമ സാക്ഷരത ആവശ്യമാണ് എന്നതിലേക്കാണ് വിരച്ചുകൊണ്ടുന്നത്. ഏതെല്ലാം പത്രങ്ങളെ ഏതെല്ലാം തരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്, ഏതൊക്കെ റിപ്പോർട്ടുകളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് അംഗീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. കാരണം ഇവിടെ വെളിച്ചത്ത് വരുന്ന വാർത്തകളിൽ പലതും അവാസ്തവവും അസത്യവുമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ മലയാളികൾക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ആഗോള തലത്തിൽ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഇറങ്ങി വന്നാൽ നമുക്കിതിന്റെ ഒരുപാട് തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, അക്രമിയായ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജൂതവിശ്വാസികളെ കൂട്ടക്കുരുതി ചെയ്ത, അവരെ ചൂളയിട്ട് ചുട്ട് കൊന്ന സംഭവം ഉണ്ടായല്ലോ. ജർമ്മനിയിലെ ഹിറ്റ്ലർ നടത്തിയ ഈ ചുട്ടുകൊല, അതിന് യഥാർത്ഥത്തിൽ കാരണമായത്, അല്ലെങ്കിൽ അതിന് സാമൂഹിക അന്തരീക്ഷത്തെ പാകപ്പെടുത്തിയത് അവിടെയുള്ള ഹിറ്റ്ലറുടെ സപ്പോർട്ടിൽ കഴിയുന്ന മീഡിയകളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ജൂതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ തെണ്ടി പരിശകളാണ്, അവര് തെമ്മാടികളാണ് എന്ന ഒരു വിചാരം ഹിറ്റ്ലർ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചു. ആ മാധ്യമാതിപ്രസരമായിരുന്നു ഇത്രയും വലിയ ഒരു സമൂഹത്തെ, ജർമ്മനിയിലെ വലിയൊരു സമൂഹത്തെ
പച്ചയായി ചൂളയിട്ട് ചുട്ട് കത്തിക്കാന് ഹിറ്റ്ലർക്ക് ആവേശം പകർന്നതും അല്ലെങ്കിൽ സാമൂഹികമായി കളമൊരുക്കിയതും അവിടെയുള്ള നെറികെട്ട മീഡിയകളായിരുന്നു എന്നത് ഇന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്തിനേറെ പറയുന്നു, ഇറാഖിലേക്ക് നിങ്ങൾ നോക്കൂ. ഇറാഖിലുള്ള പാവപ്പെട്ട മനുഷ്യർ ഇപ്പോഴും കത്തുകയാണ്. മനുഷ്യ കബന്ധങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ചോരയൊലിക്കുന്ന മനുഷ്യ കബന്ധങ്ങൾ, അതുപോലെ പച്ചക്ക് ചുട്ടുകൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്താണ് സംഭവം? എന്താണ് ഇറാഖിൽ സംഭവിച്ചത്? ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഭരണകൂടത്തിന് US ഭരണകൂടം അവർ പുറത്തിറക്കി, അതായത് സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖിൽ കൂട്ടനശീകരണ ആയുധമുണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നീചമായ സംസ്കാരം. കൂട്ടനശീകരണ ആയുധം സദ്ദാമിന്റെ കയ്യിലുണ്ട്. സദ്ദാമിന്റെ ഇറാഖിനെ സദ്ദാമിൽ നിന്ന് മോചിപ്പിച്ച് സദ്ദാം ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തിയില്ല എങ്കിൽ ലോകത്തിന് ഭീഷണിയാണ് എന്ന അപകടകരമായ അല്ലെങ്കിൽ വലിയ ഒരു വാർത്തയാണ് US ഭരണകൂടം പുറത്തുവിട്ടത്. അതിന് തെളിവുകൾ ഒന്നിനു പിറകെ ഒന്ന് എന്ന തരത്തിൽ തെളിവുകൾ നിരത്തി ആഗോള മാധ്യമങ്ങൾ മത്സരിച്ചു. നമുക്കറിയാം സഹോദരന്മാരെ, ആഗോള മാധ്യമങ്ങൾ മത്സരിച്ചു. ഇറാഖ് അത് വളരെ കൂടുതൽ ഭീകര രാജ്യമാണ് എന്ന് മാധ്യമങ്ങൾ ഉദ്ഘോഷിച്ചു. രാവും പകലും മത്സരിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത അക്രമിയും സ്വേച്ഛാധിപതിയുമാണ് സദ്ദാമെന്നും സദ്ദാമിന്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തിയില്ല എങ്കിൽ നമുക്ക് നാളെ ജീവന് ഹാനി സംഭവിക്കുമെന്ന അപകടകരമായ വാർത്തയാണ് ലോക മാധ്യമങ്ങൾ, ആഗോള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അങ്ങനെ ഇറാഖിൽ യുദ്ധം നടക്കുന്നതിന്റെ മുൻപ് കൃത്യമായി മീഡിയ വാർ അഥവാ മാധ്യമ യുദ്ധം നടന്നു. നോക്കൂ നിങ്ങൾ, മാധ്യമ യുദ്ധം നടന്നു. മാധ്യമങ്ങൾ മത്സരിച്ചു, യുദ്ധം നടത്തി. എന്നിട്ടോ ഇറാഖിൽ യുദ്ധം അനിവാര്യമാണ് എന്നും ആ ഇറാഖിൽ യുദ്ധം നടക്കുമ്പോ നിരപരാധികളായ ആളുകൾ ഒരുപക്ഷെ മരിച്ചു വീഴേണ്ടി വന്നാൽ പോലും അവിടെ യുദ്ധം അനിവാര്യമാണ്, സദ്ദാമിനെ തകർക്കേണ്ടതുണ്ട്, ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഈ നിലപാടിലേക്ക് മാധ്യമങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ, നിഷ്പക്ഷമതികളായ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാത്ത മനുഷ്യരെ ആ ഒരർത്ഥത്തിൽ പാകപ്പെടുത്തി. എന്നിട്ടോ ഇറാഖിൽ യുദ്ധം തുടങ്ങി എന്ന് പിന്നീട് വാർത്ത വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഭരണം അതിനെ 100% യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാൻ തരില്ല. നല്ലതും ചീത്തയും ഒക്കെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലക്ക്, ഒരു ഭരണാധികാരി എന്ന നിലക്ക് ചില സ്വേച്ഛാധിപത്യമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സദ്ദാമിനെ പിന്തുണക്കാനല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എന്നിട്ട് സദ്ദാമിന്റെ സമുദായമാകുന്ന മുസ്ലിം സമുദായം ലോക തലത്തിൽ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വേളയിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും പെരുന്നാൾ ആഘോഷിക്കുന്ന അന്ന് സദ്ദാമിനെ അമേരിക്ക തട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു വിചാരണ കോടതിയിൽ വെച്ച് നൂരി അൽ മാലിക്കി എന്ന് പറയുന്ന പാവ ഭരണകൂടത്തിൽ, കൃത്യമായി ആസൂത്രണം ചെയ്ത ആ ഭരണകൂടത്തിൽ ഒരു വിചാരണ നാടകം നടത്തി സദ്ദാം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ സ്വാഭാവിക നീതി പോലും കാണിക്കാതെ, അഥവാ ഉന്നത വ്യക്തിത്വങ്ങൾ അവര് വധശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ അവരെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള ലോക നീതി പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന തെമ്മാടി രാജ്യം സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ധീരനായ ഒരു ഭരണാധികാരിയെ സാമ്രാജ്യത്വത്തിനെതിരെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പോരടിച്ച് ജീവിച്ച ഒരു വീരമനുഷ്യൻ, അദ്ദേഹത്തെ ലോക മുസ്ലിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അമേരിക്ക ഒരു ബലിപെരുന്നാൾ ദിവസത്തിൽ കൊന്നുകളഞ്ഞു. ഞാൻ വികാരപ്പെട്ടത് സദ്ദാമിനെ കൊന്നതിന്റെ പേരിലല്ല. സദ്ദാമിനെ കൊന്നതിന്റെ ശേഷവും വർഷങ്ങൾ പിന്നിട്ടതിന്റെ ശേഷവും ഇറാഖ് ഇപ്പോഴും കത്തുകയാണ്. ഏത് ദിവസത്തെ പത്രത്തിലാണ് ഇറാഖിൽ ചാവേറാക്രമണത്തിന്റെ വാർത്തകളില്ലാത്തത്? എന്നാണ് ഇറാഖിലുള്ള പാവപ്പെട്ട മനുഷ്യർ കത്തുന്നു എന്ന വാർത്ത, അല്ലെങ്കിൽ 4 പേര് മരിച്ചു, 10 പേര് മരിച്ചു, ചാവേറാക്രമണത്തിൽ വെന്തുരുകി എന്ന വാർത്തയില്ലാത്തത് ഏത് ദിവസമാണ്? നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ.
ഈ ഇറാഖിൽ ഇതുപോലെ ഒരു യുദ്ധം നടക്കാനുള്ള കാരണം സദ്ദാമിന്റെ കൈവശമുള്ള കൂട്ടനശീകരണ ആയുധമാണ് എങ്കിൽ ആ കൂട്ടനശീകരണ ആയുധം കണ്ടെത്തേണ്ട സ്വാഭാവികമായ ഒരു മാന്യതയെങ്കിലും അമേരിക്കക്കുണ്ടായിരുന്നില്ലേ? എന്നിട്ടോ പോട്ടെ, അത് കണ്ടെത്താനുള്ള ലോകരാജ്യത്തിൽ ലോക മനുഷ്യരിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനം ഉറപ്പിക്കാൻ വേണ്ടി സ്വയം കെട്ടിച്ചമഞ്ഞു വന്ന പോലീസ് ആയി ചമഞ്ഞു വന്ന അമേരിക്ക, ലോകത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി വെളിയിലിറങ്ങിയ അമേരിക്കക്ക് മനുഷ്യന്റെ സമാധാനം ഉറപ്പിക്കാൻ വേണ്ടി സദ്ദാം ഭരണകൂടത്തെ തകർക്കേണ്ടി വന്നു. ശരി, സദ്ദാം ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനിൽ ഒരുപാട് നിരപരാധികൾ മരിച്ചൊടുങ്ങേണ്ടി വന്നു. ശരി, സമ്മതിച്ചു. എങ്കിൽ ഇതൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. ഇറാഖിൽ കൂട്ടനശീകരണ ആയുധമുണ്ട് എന്ന് ഈ പച്ച നുണ കെട്ടിച്ചമച്ച് ഭരണകൂടത്തിൽ നിന്ന് ബുഷിന്റെ ഭരണകൂടം, US ഭരണകൂടം പുറത്തുവിട്ടതിൽ നമുക്ക് അത്ഭുതമില്ല. എന്നാൽ അത് കൊട്ടിപ്പാടി രാപ്പകൽ മത്സരിച്ചുകൊണ്ട് ഇറാഖിനെ ഒരു ഭീകര രാജ്യമായി ലോക മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിച്ച മാധ്യമങ്ങളുണ്ടല്ലോ, ആ മാധ്യമങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവർക്ക് സ്വാഭാവികമായൊരു മാന്യതയില്ലേ? പ്രേക്ഷകരെ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അബദ്ധം പിണഞ്ഞു പോയിട്ടുണ്ട്, ചരിത്രപരമായൊരു അംഗത്വമാണ് ഞങ്ങൾ ചെയ്തത്. ഇറാഖിൽ കൂട്ടനശീകരണ ആയുധം പോയിട്ട് സദ്ദാം ഭരണകൂടത്തെ തകർത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി കിളച്ചു മറിച്ച് അന്വേഷിച്ചിട്ട് പോലും ഉഴുതു മറിച്ചിട്ട് പോലും ഒരു പടക്കം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ലോക മനസ്സാക്ഷിയോട് മാപ്പിരക്കുന്നു എന്ന ഒരു മാപ്പപേക്ഷയെങ്കിലും കൊടുക്കേണ്ട ബാധ്യത മീഡിയകൾക്കില്ലേ? ഈ മീഡിയകളല്ലേ മനസ്സാക്ഷിയിൽ പ്രത്യേകമായ പൗരബോധം സൃഷ്ടിക്കുന്നത്? അവരല്ലേ സാമൂഹ്യബോധം സൃഷ്ടിക്കുന്നത്? അപ്പൊ ഇറാഖിലെ ഈ തരത്തിലുള്ള ഒരു ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു ക്ഷമാപണം നടത്തിയോ? ഇന്നും സഹോദരന്മാരെ ഇറാഖ് കത്തുകയല്ലേ? എന്തിനേറെ പറയുന്നു, സെപ്റ്റംബർ 11 അമേരിക്കയുടെ മൂക്ക് ചെത്തിയ ഭീകരാക്രമണം നടന്നു. ഞാനതിനെ ന്യായീകരിക്കുകയല്ല. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചു. എന്നിട്ടോ അതിന്റെ പിന്നാലെ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഉസാമക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് അഫ്ഗാനിനെ ചുട്ടരിച്ചത്. അഫ്ഗാൻ എന്ന് പറയുന്ന മേടുകളും കാടുകളും മലമടക്കുകളുമുള്ള വനം പ്രദേശങ്ങളും ഒട്ടക്കുന്നുകളുമുള്ള ഒരു പ്രദേശത്തെ കിളച്ചു മറിച്ച് ചുട്ട് എരിച്ചു. അവിടെ അഗ്നി വർഷിച്ചു. പാവപ്പെട്ട അഫ്ഗാനിലുള്ള മനുഷ്യർ പച്ചയ്ക്ക് അവരെ ചുട്ടുകൊന്നു. എന്നിട്ടോ ഇന്ന് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലെ പാവപ്പെട്ട ഒരുപാട് മനുഷ്യരെ മൊസാദ് അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഭീകര സംഘടനയായ മൊസാദ് പല സ്ഥലത്തും ബോംബും അതുപോലെ തന്നെ കൈതോക്കും മറ്റും വെച്ചുകൊണ്ട് വെറും പതികന്മാരായി നടക്കുന്ന പാവപ്പെട്ട ആളുകൾ, അതിൽ ഭീകരവാദികളില്ല എന്നോ അവരെ ആക്രമിക്കേണ്ട എന്നോ അവരെ വകവരുത്തേണ്ട എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് വെറും പതികന്മാരായ ആളുകളെ അടക്കം ഇന്ന് ഈ മുഷിഞ്ഞ മനുഷ്യരെ അടക്കം ഇന്ന് വെടിവെച്ച് നിറയൊഴിച്ച് പച്ചക്ക് ചുട്ടുകൊല്ലുകയാണ്. നമ്മുടെ അയൽരാജ്യം ഇപ്പോൾ കത്തുകയാണ്. അഫ്ഗാനിസ്ഥാനിന് ശേഷം അയൽരാജ്യം കത്തുന്നത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിൽ കലാശിച്ച ഉസാമ എന്ന് പറയുന്ന ഭീകരവാദിയെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന മരിച്ചിലുകളും ആ ഉസാമ ബിൻ ലാദന്റെ താലിബാനിനെ വകവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗവുമായിട്ടാണ് നമ്മുടെ അയൽരാജ്യം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഒരു കാര്യം? അതായത് സദ്ദാം ഹുസൈനെ പിടിച്ചുകൊണ്ടുവന്നത് നമ്മുടെ മീഡിയകളിൽ നമ്മളൊക്കെ കണ്ടു. ഭൂഗർഭ അറയിൽ നിന്നാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭൂഗർഭ അറകളടക്കം കിളച്ച് മറിച്ച് മാന്തി അന്വേഷിക്കാനുള്ള കരുത്തും ഉപഗ്രഹ സംവിധാനങ്ങളും ചാരക്കണ്ണുകളും പ്രവർത്തിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് അഭിമാനകരമായ അതിന്റെ സ്തംഭത്തെ തകിടം മറിച്ച് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിന്റെ പിന്നിൽ ഉസാമ ബിൻ ലാദനാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അമേരിക്കയുടെ അഭിമാനത്തിൽ കുത്തിനോവിച്ച
ഈ ഉസാമയെ ഇപ്പോഴും കണ്ടെത്താൻ അമേരിക്കക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിൽ ചില പ്രയാസം നമുക്കുണ്ട്. അതായത് അമേരിക്കക്ക് ഉസാമയെ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടല്ല, മറിച്ച് ഉസാമ എന്നത് ഒരു പ്രതീകമാണ്. ആ പ്രതീകം ലോക ഭീകരതയുടെ പ്രതീകമാണ്. അഥവാ താടിയും തലപ്പാവും തൊപ്പിയും ലോക ഭീകരതയുടെ പ്രതീകമാണ്, ഇസ്ലാമിക ഭീകരതയുടെ പ്രതീകമാണ്. അമേരിക്കയ്ക്ക് ഒരു പ്രമാണമുണ്ട്. എന്താണ് ആ പ്രമാണം? എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ലെങ്കിലും എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് എന്നൊരു പ്രമാണമുണ്ട് അമേരിക്കയിൽ. ഇത്രയൊക്കെ ആയിട്ട് ഉസാമയെ പിടികൂടി വകവരുത്താനും അയാളെ ചുട്ടുകൊല്ലാനും അമേരിക്കയുടെ അഭിമാനത്തെ ഇത്രമാത്രം കുത്തിനോവിച്ച ഒരു മനുഷ്യനെ ചുട്ടുകൊല്ലാൻ ഈ രാജ്യത്തിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടെ പ്രശ്നം ഉസാമയല്ല, ഇവിടെ പ്രശ്നം കൂട്ടനശീകരണമായതല്ല. ഇന്ന് നമ്മുടെ ലോകമാധ്യമങ്ങൾ മത്സരിച്ച് പുറത്തുവിടുന്ന വാർത്തകൾ എന്താണ് നിങ്ങൾക്കറിയോ? നിങ്ങൾ ആഗോള മീഡിയകളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന അഹമ്മദീനജാദിന്റെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് ഏറ്റവും വലിയ ഭീകര രാജ്യമാണ് എന്നാണ് ആഗോള മീഡിയകൾ ഇറാഖിന് പിന്നാലെ ഇപ്പോൾ ഇറാനിന്റെ പിന്നിലാണ്. ആണവ സമ്പുഷ്ടീകരണത്തിന്റെ പേര് പറഞ്ഞ് ആണവ ആയുധങ്ങൾ കൈവശം വെക്കുന്നതിലും നിർമ്മിക്കുന്നതിലും ലോക മര്യാദകളെ ഇറാൻ പച്ചയായി അവഗണിക്കുന്നു. അതുകൊണ്ട് ഇറാൻ തെമ്മാടി രാജ്യമാണ് എന്നാണ് നേരത്തെ ഇറാഖിന്റെ പിന്നാലെ ഇപ്പോൾ ലോകമാധ്യമങ്ങള് മത്സരിച്ച് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പോ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്, സംഘർഷത്തിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവിടെ മതങ്ങളല്ല മറിച്ച് മീഡിയകളാണ് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് പിന്നെയും ബോധ്യപ്പെടുകയാണ്. ഞാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് വരും. എന്താണ് ഗുജറാത്തിൽ സംഭവിച്ചത്? നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജിയുടെ രാജ്യം, നമ്മുടെ ഗാന്ധിജിയുടെ നാട് കത്തി. ഗുജറാത്തിൽ നടന്നത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ പച്ചക്ക് ചുട്ടുകൊല്ലുന്നു. ഗർഭിണികളെ, കുട്ടികളെ, വയസ്സായ ആളുകളെ, സ്ത്രീജനങ്ങളെ എല്ലാവരെയും ഇങ്ങനെ പട്ടാപകൽ ചുട്ടുകൊല്ലുന്ന ഭീകര താണ്ഡവമാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഗുജറാത്തിൽ നടന്നത്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ നടത്തിയ ഈ ആക്രമണമുണ്ടല്ലോ, ആ ആക്രമണത്തിന് മോഡി ഭരണകൂടം ഒത്താശ ചെയ്തു കൊടുത്തപ്പോ ഗുജറാത്തിലുള്ള മനുഷ്യർ അതിന് പാകപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഗോദ്ര സംഭവം. ഈ ഗോദ്ര സംഭവം അതുപോലെ മറ്റു ചില സംഭവങ്ങൾ ഗുജറാത്ത് സമാചാർ അതുപോലെ സന്ദേശ് എന്ന് പറയുന്ന രണ്ട് പത്രം മത്സരിച്ച് അതിന്റെ വാർത്തകൾ പുറത്തുവിട്ടു. ഒരു വിഭാഗം പുറത്തുവിട്ട വാർത്ത, ഒരു വിഭാഗം മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാര് തട്ടിക്കൊണ്ടുപോയി മുലയരിഞ്ഞ് അവരുടെ അംഗങ്ങൾ വിച്ഛേദിച്ച് ബലാത്സംഗം ചെയ്തതിന്റെ ശേഷം അവരുടെ അംഗങ്ങൾ ഒന്നൊന്നായി വിച്ഛേദിച്ച് കഷ്ണിച്ച് തീച്ചൂളയിലിട്ട് അവരെ ചുട്ടുകൊന്നു എന്നതാണ്. ഭൂരിപക്ഷ സമുദായം ഹൈന്ദവരായി അങ്ങനെ ജീവിക്കുന്ന ഗുജറാത്തിൽ ഈ വാർത്തകൾ എത്രമാത്രം വർഗീയത സൃഷ്ടിക്കും നമുക്ക് ഓർക്കാവുന്നതല്ലേ ഉള്ളൂ. സ്വാഭാവികമായും ഗുജറാത്ത് കത്തില്ലേ. മോഡി ഭരണകൂടം ഇതിന് സപ്പോർട്ട് ചെയ്തു കൊടുത്തു. പക്ഷേ മോഡി ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെ ഗുജറാത്ത് സമാചാരം അതുപോലെ തന്നെ സന്ദേശ് എന്ന് പറയുന്ന രണ്ട് പത്രം, ഈ രണ്ട് പത്രവും ഈ കലാപം നടക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപ് ഗുജറാത്തിനെ യുദ്ധത്തിന്റെ ഭൂമിയായി പാകപ്പെടുത്തുകയായിരുന്നു. ഇറാഖിൽ നടന്നതും അഫ്ഗാനിൽ നടന്നതും ഇപ്പോൾ ഇറാനിൽ നടക്കാൻ പോകുന്നതും മറ്റു രാജ്യങ്ങളിൽ നടക്കാൻ പോകുന്നതും പ്രിയമുള്ള സഹോദരന്മാരെ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതിന്റെ തുടർച്ച തന്നെയല്ലേ ഗുജറാത്തിൽ സംഭവിച്ചത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്ന സംഭവമാണത്. എഡിറ്റേഴ്സ് ഗിൽസിന്റെ പ്രവർത്തകന്മാര് ഈ രണ്ട് പത്രക്കാരോടും ചോദിച്ചു, അല്ല നിങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത് എങ്ങനെയാണ്? ഇപ്പോൾ മനോരമയോട് നമ്മൾ ചോദിച്ചതുപോലെ അവർ പറഞ്ഞു, ഞങ്ങളുടെ എതിരാളി പത്രം അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന പത്രം കൊടുക്കുന്ന വാർത്ത എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല.
അതുകൊണ്ട് അവർ കൊടുക്കുന്ന വാർത്തകൾക്ക് മുന്നിൽ ഏറ്റവും നിറം പിടിപ്പിച്ച വാർത്തകൾ കൊടുത്താലേ ഞങ്ങൾക്ക് പത്രം പിടിച്ചു നിൽക്കാൻ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 കോപ്പി വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ഈ പീറത്തരമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും വർഗീയതകൾ സൃഷ്ടിക്കുന്നത്. യുദ്ധം നടക്കുന്നതിന്റെ നാളുകൾക്ക് മുമ്പ് സത്യം മരിച്ചിരിക്കുമെന്ന് ഒരു ചിന്തകൻ ദർശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ യുദ്ധം മരിക്കുന്നതിന്റെ മുമ്പ് സത്യത്തെ കൊല്ലുകയാണ് ഇവിടെ ചെയ്തത്. ഗുജറാത്തിൽ സംഭവിച്ചത് അതാണ്. അങ്ങനെയാണ് ഗുജറാത്ത് കത്തിയത്. ലോകത്ത് പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഈ മീഡിയ വാറാണ്, ഈ മാധ്യമ യുദ്ധങ്ങളാണ്. കേരളീയ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രത്യേകിച്ചും മീഡിയകൾക്ക് വളരെ കൂടുതൽ അംഗീകാരം കൊടുക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെ മീഡിയകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ നിലപാടെടുക്കുന്നിടത്തും സാമൂഹ്യ നിലപാടെടുക്കുന്നിടത്തും സാംസ്കാരിക വ്യക്തിത്വം രൂപപ്പെടുത്തുന്നിടത്തും ഒക്കെ അവസാനത്തെ വാക്ക് ഇന്ന് മീഡിയകളാണ്. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുകയാണ്. എത്രമാത്രം നുണ പറഞ്ഞുകൊണ്ടാണ്, എന്തെല്ലാം പൊള്ളി കെട്ടിച്ചമച്ചുകൊണ്ടാണ് ഇവിടെ കോപ്പികൾ വർദ്ധിപ്പിക്കാൻ പറ്റുക. ഈ സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഇപ്പോ വളരെ കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ലവ് ജിഹാദിന്റെ പശ്ചാത്തലത്തിൽ, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഗുജറാത്ത് ഉണ്ടായിക്കൂടാ. നമ്മുടെ കേരളീയ സമൂഹത്തിൽ ബോംബെയിൽ നടന്നതുപോലെ മതപരമായ വർഗീയപരമായ കലാപങ്ങൾ ഉണ്ടായിക്കൂടാ. നമ്മുടെ കേരളീയ സമൂഹം മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘർഷവും കലാപങ്ങളും കൂട്ടിക്കൂടാ. നമുക്ക് സമാധാനപരമായി ഇവിടെ ജീവിക്കണം. നമുക്ക് ഭദ്രമായ കുടുംബാന്തരീക്ഷം ഉണ്ടാകണം. പ്രണയത്തിലൂടെയോ അല്ലാതെയോ ആര് കല്യാണം കഴിച്ചാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തിന്റെ നിലപാടുകളിൽ നിന്ന് വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിന്റെ ഇസ്ലാമിക മര്യാദകളനുസരിച്ച് വിവാഹം ചെയ്തുകൊണ്ട് ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന് മുസ്ലിങ്ങൾ ഇസ്ലാമിക പുരുഷന്മാരോട് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലുള്ള വ്യക്തികളോട് ഇസ്ലാമിക നീതിശാസ്ത്രം പറയുമ്പോൾ, ലോകത്ത് നമ്മുടെ മതേതര രാജ്യത്ത് പ്രണയിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ സമാധാനമുണ്ടാകണം എന്ന നിർബന്ധമാണ് നമുക്കുള്ളത്. ആ സമാധാനാന്തരീക്ഷം തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ നമുക്ക് ന്യായീകരിച്ചുകൂടാ. ഏറ്റവും അവസാനമായി ഒരു കാര്യവും കൂടി സൂചിപ്പിക്കും. മലയാള മനോരമയുടെ മാനേജ്മെന്റ് അഥവാ ഇവിടെയുള്ള ക്രൈസ്തവ സഭ, ആ ക്രൈസ്തവ സഭയുടെ മേൽ KCBC കത്തോലിക്ക സഭയുടെ ബിഷപ്പ് കൗൺസിൽ അവര് ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇടയലേഖനം പുറത്തിറക്കി. ആ ഇടയലേഖനത്തിലും ജാഗ്രതാ നിർദ്ദേശമാണ് അവർ പുറത്തിറക്കിയത്. എന്തായിരുന്നു ജാഗ്രത, ഈ വാണിംഗ് അലർട്ട് എന്തായിരുന്നു? അത് മറ്റൊന്നുമല്ല, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം ചെക്കന്മാർ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നു, പ്രണയിച്ച് മതം മാറ്റുന്നു. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹമേ, കുഞ്ഞാടുകളെ ജാഗ്രതയിൽ. ഈ ജാഗ്രതാ നിർദ്ദേശമാണ് KCBC കത്തോലിക്ക കൗൺസിൽ ബിഷപ്പ് കൗൺസിൽ നടത്തിയത്. സഹോദരന്മാരെ, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇവിടെ നേരത്തെ ഒറീസയിലും പിന്നീട് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ഒളവണ്ണയിലൊക്കെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു. ആക്രമിച്ചതിനെ ഒരർത്ഥത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ പാവപ്പെട്ട വിവിധ മതങ്ങളിൽ കഴിയുന്ന ദരിദ്രരായ ആളുകൾ അല്ലെങ്കിൽ മതമില്ലാത്ത ദരിദ്രരായ ആളുകൾ അവരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവർക്ക് അരിയും വസ്ത്രവും പാർപ്പിടവും വിരിപ്പും പുതപ്പും കിടപ്പറയൊക്കെ സംവിധാനിച്ച് നിരന്തരമായ പ്രലോഭനങ്ങൾ നടത്തി മതം മാറ്റുന്ന പ്രക്രിയകൾ കാലങ്ങളായി വർഷങ്ങളായി വളരെ ആസൂത്രിതമായി നടത്തുന്ന സഭകളും കൗൺസിലുകളും ഒക്കെയാണ് ഇവിടെ ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. നമ്മളതിനെ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ പോകുന്നില്ല. പക്ഷെ ഞാനത് പറഞ്ഞത് അങ്ങനെ ഒരു ആസൂത്രിതമായ മതം മാറ്റാൻ വേണ്ടി ആർക്കെങ്കിലും അരി കൊടുക്കുകയോ, ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ റിലീഫ് നടത്തുന്നുണ്ട്. അത് ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവർക്ക് കൂടുതലായി കൊടുക്കും, മറ്റുള്ളവർക്കും കഴിവനുസരിച്ച് കൊടുക്കും. വിവിധ സംഘടനകൾ നടത്തുന്ന റിലീഫ്, ആ റിലീഫിന്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏതെങ്കിലും സംഘടന SYS-ഓ SSF-ഓ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ
ഏതെങ്കിലും സ്ഥലങ്ങളില് മഹല്ലുകളില് റിലീഫ് നടത്തുമ്പോൾ ആ അരിയുടെ കിറ്റില് ഒരു ഖുർആനിന്റെ 4 ആയത്തുകൾ എഴുതിയ, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും വിവർത്തനം ചെയ്ത് ഒരു ബുക്കിലെറ്റ് അതിന്റെ കൂടെ കൊടുത്ത് സുവിശേഷമായിട്ട് കൊടുത്ത് കുഞ്ഞാടുകളാക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിക സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും മുസ്ലിങ്ങൾ അങ്ങനെ നടത്തുന്നുണ്ടോ? എന്നിട്ട് ആസൂത്രിതമായി നടത്തുന്ന ക്രൈസ്തവ സഭകള്, ആ സഭകളാണ് മനോരമയുടെ പ്രമാണം സ്വീകരിച്ചുകൊണ്ട്, ദീപിക പോട്ടെ, മനോരമയുടെ പ്രമാണം സ്വീകരിച്ചുകൊണ്ട് സംഘപരിവാർ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംഘപരിവാർ നടത്തുന്ന നുണപ്രചാരണങ്ങളെ അതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് KCBC അടക്കമുള്ള ക്രിസ്തീയ സഭകള് ആകെ വലിയ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തുപോയിട്ടുണ്ടത്രേ. എന്താണത്? മുസ്ലിം ചെക്കന്മാരെ പേടിക്കണം, കാരണം നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺപിള്ളേരെ അവർ പ്രണയിച്ച് മതം മാറ്റുന്നുണ്ടത്രേ. നിങ്ങൾ നോക്കൂ, ഇറാഖില് ഒരുപാട് ഭാഷകളിൽ, വിവിധ ഭാഷകളിൽ, 10-17 ഭാഷകളിൽ ബൈബിള് വിവർത്തനം ചെയ്ത് വ്രണിത മനസ്സുകളിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകം പരിശീലനം നേടിയ 270 ചാപ്പായന്മാർ എന്നാണ് അവർ പറയുന്നത്. ചാപ്പായന്മാർ. ഈ ചാപ്പായന്മാര് പ്രത്യേകമായ പരിശീലനം നേടിയ മത പ്രചാരകന്മാര് ആഗോള ഫണ്ടും ശമ്പളവും ആനുകൂല്യവും പറ്റിയിട്ട് ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇറാഖിൽ മാത്രമല്ല, ഇറാനിലും അതുപോലെ തന്നെ മറ്റു എല്ലാ രാജ്യങ്ങളിലും വ്രണിത മനസ്സുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായി ക്രിസ്തീയ സഭകള് മതപ്രചാരണം നടത്തുന്നുണ്ട്. ഇത് പലപ്പോഴും നീതിയുടെയും അതുപോലെ തന്നെ ന്യായത്തിന്റെയും ഒക്കെ അതിര് കടക്കുമ്പോഴാണ് പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ സംഘർഷത്തെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. എന്നിട്ട് അവന്മാരാണ് ഇപ്പോ മുസ്ലിം ചെറുപ്പക്കാര് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് എന്താ അവകാശമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരം ബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് 4 ആളുകളെ മതം മാറ്റുകയോ അതല്ലെങ്കിൽ ഇപ്പോ വളരെ സങ്കടകരം ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും കൂടി, അതായത് നേരത്തെ ഉസാമ ബിൻ ലാദന്റെ താടിയും തലപ്പാവും പറഞ്ഞത്. ഉസാമ ബിൻ ലാദന്റെ താടിയും തലപ്പാവും തൊപ്പിയുമൊക്കെയാണ് ഭീകരതയുടെ ചിഹ്നങ്ങളിലെങ്കിൽ ഇസ്ലാമോഫോബിയ മൂത്തപ്പോ ഇപ്പൊ ഇസ്ലാം പേര് പോലും ഭീകരതയുടെ അടയാളമായി മാറിയിട്ടുണ്ട്. വലിയ തമാശ തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു ഇസ്ലാമിക വ്യവസ്ഥിതി അനുസരിച്ച് സ്വകാര്യ ജീവിതം നയിക്കുന്ന ആളാണ് എന്നറിവില്ല, അല്ല എന്നാണ് അറിയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് മികച്ച സേവനങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. ആ അബ്ദുൽ കലാം അമേരിക്ക സന്ദർശിച്ചപ്പോ, വിദേശ രാജ്യങ്ങളെ സന്ദർശിച്ചപ്പോ അദ്ദേഹത്തിന്റെ ബഹുമാന്യമായ വ്യക്തിത്വം, ആദരവർഹിക്കുന്ന വ്യക്തിത്വത്തിന് കളങ്കം ചാർത്തുന്ന വിധത്തിൽ APJ അബ്ദുൽ കലാമിനെ വസ്ത്രമൊരിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തി, ചെക്കപ്പ് നടത്തി. നിങ്ങൾക്കറിയില്ല, നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ സിനിമാ താരം, ഒരുപാട് ആളുകളുടെ നെഞ്ചിൽ സൂക്ഷിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ താരം, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ പേര് മുസ്ലിമാണ്. ഈ മുസ്ലിമായ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിന്റെ വിദേശയാത്രകളിൽ മുണ്ടുരിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയൊരു തമാശ. അതുപോലെ തന്നെ ബോളിവുഡ് താരമായ ഷാറൂഖ് ഖാൻ, അദ്ദേഹം മതപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല, അദ്ദേഹത്തിന് ഉഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. എന്തിനാണ് പറയുന്നു? കമലഹാസൻ എന്ന് പറയുന്ന വ്യക്തി, അയാൾ മുസ്ലിമല്ല. പക്ഷേ കമലഹാസൻ എന്ന അയാളുടെ പാസ്പോർട്ട് വായിക്കുമ്പോൾ ഹാസൻ എന്ന് വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഹസൻ എന്നാണല്ലോ വായിക്കുക. അതുകൊണ്ട് തന്നെ ഹസൻ എന്ന് വായിച്ചപ്പോ അദ്ദേഹം മുസ്ലിമാണെന്ന് മനസ്സിലാക്കി കമലഹാസൻ എന്ന് പറയുന്ന നടൻ അദ്ദേഹവും ഇതുപോലെ ട്രൗസർ ഊരേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ബ്രിട്ടനിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് നന്നായി പഠിച്ച് മിടുക്ക് തെളിയിച്ച ജാവീദ് ഇക്ബാൽ എന്ന് പറയുന്ന 8 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി മതപരമായി ജീവിക്കുന്ന കുട്ടിയാണോ എന്നറിയില്ല.
രക്ഷിതാവ് പഠനത്തിൽ മികവ് തെളിയിച്ചതിന്റെ പേരിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അമേരിക്കയിലേക്ക് ഒരു ട്രിപ്പ് സംഘടിപ്പിച്ചു. ഈ അമേരിക്കയിലേക്ക് നടത്തിയ ഈ കുട്ടിയുടെ കൂടെ സഹോദരിമാരുണ്ട്. ജാവേദ് പറയുന്ന ഈ കുട്ടിയുടെ പാസ്പോർട്ടിലുള്ള പേര്, ഐഡന്റിറ്റിയിലുള്ള പേര് ജാവീദ് ആയതുകൊണ്ട്, ജാവീദ് ഇക്ബാൽ ആയതുകൊണ്ട് നിങ്ങൾക്കറിയുമോ 8 സ്ഥലങ്ങളിൽ ആ കുട്ടിയുടെ പാന്റ് അഴിച്ചു മാറ്റേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ ആളുകൾക്ക് ആർക്കും താടിയുമില്ല, തൊപ്പിയില്ല, ഭീകരതയുടെ ഒരു ചിഹ്നവുമില്ല. അപ്പൊ കുറെ കാലം ഭീകരതയുടെ ചിഹ്നമായി പറഞ്ഞിരുന്നത് താടിയും തലപ്പാവും തൊപ്പിയുമായിരുന്നുവെങ്കിൽ സഹോദരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പേര് പോലും ഭീകരതയുടെ അടയാളമായിട്ട് എടുത്തു കാട്ടും. ഇതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോകതലത്തിൽ 4-1 മുസ്ലിം എന്ന തരത്തിലേക്ക് ഇസ്ലാമിന്റെ വളർച്ചയുടെ അനുപാതം വളർന്നുപോയിട്ടുണ്ട്, ഉയർന്നു പോയിട്ടുണ്ട് എന്നതാണ് കാരണം. അപ്പൊ ഇസ്ലാമോഫോബിയ പിടിപെട്ട് ഈ അർത്ഥത്തിൽ ഇസ്ലാമിന് വളർച്ച സംഭവിച്ചപ്പോ പേരിനെ പോലും പേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെയാണ് ക്യാമ്പസുകളിലെ അടിപൊളി ചെക്കന്മാർ, അവര് ക്യാമ്പസിൽ നടക്കുന്ന പ്രണയങ്ങള് മതാധിഷ്ഠിതമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സാമ്പ്രദായികമായി കാലങ്ങളായി ക്യാമ്പസിൽ നടക്കുന്നതാണ്. അതിനെ മതപരമായി ഇസ്ലാമികമായി ന്യായീകരിക്കുന്നില്ല, ഇസ്ലാമികമായി അത് കുറ്റകരമാണ്. പക്ഷേ ഈ വ്യക്തിപരമായ സാഫല്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ അടിപൊളി ചെക്കന്മാരുടെ പ്രണയം, ആ പ്രണയിച്ച കുട്ടി ഷാനവാസോ അതല്ലെങ്കിൽ അസ്ലമോ അതല്ലെങ്കിൽ ഇക്ബാലോ ഏതാകട്ടെ, മുസ്ലിം എന്ന പേരാണ്. ആ കുട്ടിക്ക് വ്യക്തിജീവിതത്തിൽ ഇസ്ലാമിനോട് യാതൊരു പ്രതിബദ്ധതയും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കുട്ടികൾ ഇസ്ലാമിന്റെ പേരായി എന്നതിന്റെ പേരിൽ അവരിന്ന് ഭീകരതയുടെ പേര് പോലും ഭീകരതയുടെ അടയാളമായി മാറിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു അവസ്ഥാവിശേഷത്തിന് അതിന് അടക്കം വെക്കുകയും നമ്മുടെ രാജ്യം വർഗീകരിക്കപ്പെടുന്നില്ല എന്നും, നമ്മുടെ രാജ്യത്ത് വർഗീയ സംഘർഷമുണ്ടാകുന്നില്ല എന്നും, നമ്മുടെ രാജ്യത്തെ സാമുദായിക അന്തരീക്ഷം തകരരുത് എന്നും, നമ്മുടെ രാജ്യത്ത് ഇസ്ലാം, ക്രൈസ്തവത, അതുപോലെ തന്നെ ഹൈന്ദവത, ഈ സംസ്കാരങ്ങളും മതങ്ങളും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും എല്ലാവരും ഒന്നിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്നും ഇങ്ങനെ അങ്ങനെ പ്രചരിപ്പിക്കേണ്ട മാധ്യമങ്ങൾ കൃത്യമായ താൽപര്യാർത്ഥം അവരുടെ വക്രതയും അവരുടെ സങ്കോചവും, അതായത് സ്വാർത്ഥതയും കാരണം ഒരു മതത്തെ മാറ്റി നിർത്തി ആക്രമിക്കുന്ന, ഒരു മതത്തെ ഒറ്റക്കിട്ട് ആക്രമിക്കുന്ന, ഇരകളെ വീണ്ടും വീണ്ടും ഇരകളാക്കി ആക്രമിക്കുന്ന, വേട്ടക്കാർക്ക് മുമ്പിൽ ഇരകളെ വീണ്ടും വീണ്ടും എറിഞ്ഞ് പാകപ്പെടുത്തുന്ന ഈ സ്ഥിതിവിശേഷത്തെയാണ് ലവ് ജിഹാദിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് രാജ്യത്തെ ഉന്നതരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ DGP ഇവരൊക്കെ രാജ്യത്ത് നടക്കുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിലില്ല, കർണാടകത്തിലില്ല, രാജ്യത്തില്ല. അതുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഇവിടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കും. വാങ്ക് വിളിക്കുമ്പോ, അമ്പലത്തിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോ, അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് മണിമുഴങ്ങുമ്പോ, അവര് ആരാധനകൾക്ക് വേണ്ടി അവരവരുടെ ഗേഹങ്ങളിലേക്ക് പോകുമ്പോ അതവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഒതുങ്ങിയ ഒന്നാണ്. പക്ഷേ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒന്നിച്ച് ജീവിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഈ ഇക്ബാലിന്റെ പൂന്തോപ്പിലെ പുഷ്പങ്ങളെ പോലെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന സൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും അന്തരീക്ഷം അത് കൂടുതൽ കൂടുതൽ കളിയാടാനും നിലനിൽക്കാനും വേണ്ടിയുള്ള പ്രതിജ്ഞയും പ്രതിബദ്ധതയുമാണ്. അത് നിലനിർത്താൻ, അതായത് മതസൗഹാർദ്ദവും മതമൈത്രിയും അത് നിലനിർത്താനുള്ള ഏതെല്ലാം പരിശ്രമങ്ങളും ശ്രമങ്ങളും ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആ ശ്രമങ്ങളിലെല്ലാം കക്ഷി ചേർന്ന അനുഭവങ്ങളും നിലപാടുകളുമാണ് ഇത്രയും കാലം SSFനുണ്ടായിട്ടുള്ളത്. SSF അവരുടെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് മതപരമായ വിധിവിലക്കുകളും മതപരമായ ജീവിത പദ്ധതിയും മതപരമായ സംസ്കരണവും നടത്തുമ്പോൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി 100% ഭരണഘടനയും നീതിപീഠത്തെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ പ്രസ്ഥാനം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്.
മതസൗഹാർദ്ദത്തെ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാണ്, മതമൈത്രി നിലനിൽക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സംഘടന ഏത് കാലത്തും കക്ഷി ചേർന്നിട്ടുണ്ട്. സംഘടനയുടെ മുഖപത്രമായ റിസാല ഏത് കാലത്തും ഈ മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സാമുദായിക അന്തരീക്ഷത്തിന്റെ ഭദ്രമായ അന്തരീക്ഷത്തിൽ നിലയുറപ്പിക്കുന്നതിന്റെയും പക്ഷത്ത് ചേർന്നിട്ടുണ്ട്. അഭിമാനപൂർവം ഈ ജൈത്രയാത്ര ഇനിയും സംഘടന തുടരുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ലവ് ജിഹാദ് പോലെയുള്ള നുണബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാനും സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും മനോരമയോ മാതൃഭൂമിയോ ഏത് പത്രങ്ങള് ആര് ശ്രമിച്ചാലും ഒരിക്കലും അവരോട് അരുതേ അരുതേ എന്ന് പറയാനുള്ള ബാധ്യത രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരെന്ന നിലക്ക് SSFനുണ്ട്. അതുകൊണ്ട് മനോരമ നമുക്ക് ആവശ്യമുണ്ട്, മാതൃഭൂമി ആവശ്യമുണ്ട്. പക്ഷേ അത് ആവശ്യമുള്ളത് അവർക്ക് നിലപാടുള്ളപ്പോഴാണ്. അല്ലാത്ത പക്ഷം ആവശ്യമില്ല. അതേ സ്ഥാനത്ത് രാജ്യത്തിന് അത് ഭാരമാകുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ ഈ രാജ്യത്തിന്റെ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്നതിന് ആരെങ്കിലും അസ്വസ്ഥതകളും സ്വൈരക്കേടുകളും സൃഷ്ടിച്ചാൽ അത് നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള പത്രമായാൽ പോലും അവർ ഒറ്റപ്പെടുത്തേണ്ടി വരും. ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കരുത് എന്ന് മാത്രം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് കലുഷനിലങ്ങളിൽ ധാർമ്മിക പ്രതിരോധമെന്ന ഒരു പ്രത്യേകമായ സന്ദേശം കേരളീയാന്തരീക്ഷത്തിൽ എല്ലാ ജനവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളോടും സമാധാനപരമായി ഉപദേശം നൽകി, നിർദ്ദേശം നൽകി, സന്ദേശം നൽകിക്കൊണ്ട് 500-ൽ പരം സെക്ടറുകൾ, പ്രാദേശിക ഘടകങ്ങൾ, സംഘടനയുടെ പ്രാദേശിക ഘടകങ്ങളായ സെക്ടറുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സമ്മേളനം ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വ്യാപകമായി കേരളത്തിൽ നടക്കുന്നു. കണ്ണൂർ ജില്ലയിലും കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും എല്ലാ സെക്ടറുകളിലും നടക്കുന്ന സമ്മേളനം അത് നമ്മുടെ രാജ്യത്തിന്റെ, സമുദായത്തിന്റെ, സമൂഹത്തിന്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നും രാജ്യത്തിന്റെ ഭദ്രതക്കും സ്ഥിരതക്കും വേണ്ടി ഭരണഘടനയുടെ, നീതിപീഠത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ സഹോദരന്മാരുടെയും സംഘടനയുടെ പ്രവർത്തനങ്ങളോട് സ്നേഹമസൃണമായ നിലപാടുകളും പെരുമാറ്റങ്ങളും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി അവന്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ. പടച്ചറബ്ബ് അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ റബ്ബ് മുസ്ലിം സമുദായത്തിൽ ഇസ്സത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കിടയിലും രാജ്യത്ത് മതസൗഹാർദ്ദവും സമാധാനാന്തരീക്ഷവും നിലനിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമാറാകട്ടെ. വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും ഒറ്റപ്പെട്ടുപോയി തെറ്റിദ്ധരിച്ച് ആരെങ്കിലും പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് അല്ലാഹു നല്ല മനസ്സ് കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.